പഴയ വീഞ്ഞ് പുതിയ കുപ്പി മാരീശൻ ഒരു ത്രില്ലർ റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിരൂപക പ്രേക്ഷക പ്രശംസയ്ക്കൊപ്പം ബോക്സ് ഓഫീസ് വിജയവും നേടിയ മാരി സെൽവരാജ് ചിത്രം മാമന്നനു ശേഷം വടിവേലുവും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ചിത്രമാണ് മാരീശൻ. വി. കൃഷ്ണമൂർത്തി തിരക്കഥ എഴുതി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന ഒരു കോമഡി ത്രില്ലർ സിനിമയുടെ പ്രതീതി ജനിപ്പിക്കുന്നു. തുടക്കത്തിൽ ഫഹദിന്റെ ദയ എന്ന കഥാപാത്രവും വടിവേലുവിന്റെ വേലായുധ പിള്ള എന്ന കഥാപാത്രവും ചേർന്ന് നടത്തുന്ന ബൈക്ക് യാത്രയിലൂടെ കഥ പുരോഗമിക്കുമ്പോൾ ഒരു റോഡ് മൂവിയുടെയും ഇമോഷണൽ ഡ്രാമയുടെയും ഛായയാണ് സിനിമയ്ക്കു ഇടവേളയ്ക്കു ശേഷം വിശ്വരൂപം പുറത്തെടുക്കുന്ന മാരീശൻ ഒരു പ്രതികാര ജ്വാലയുള്ള ഒരു കുറ്റാന്വേഷണ ത്രില്ലറായി മാറുന്നു. ചെറുകിട മോഷണങ്ങളുമായി ജീവിക്കുന്ന ദയ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. പഴയ ശീലങ്ങളൊന്നും മാറ്റാൻ അയാൾ തയ്യാറല്ല. ഫോണും ബൈക്കുമൊക്കെ മോഷ്ടിച്ച് അയാൾ പതിവ് തുടരുന്നു. ചില വീടുകൾ തന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ വിളിക്കുന്ന വീടുകളിൽ മാത്രമേ താൻ മോഷണത്തിനായി തിരഞ്ഞെടുക്കാറുള്ളൂ. ഇതാണ് ദയയുടെ ഫിലോസഫി. അങ്ങനെ തനിക്ക് ഭക്ഷണം ലഭിച്ചൊരു വീട്ടിലേക്ക് ഭവനഭേദനത്തിനായി ഇറങ്ങുമ്പോഴാണ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ഒരു വയോധികൻ ദയയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അൽസിമേഴ്സ് രോഗിയായ തന്നെ മകൻ ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുകയാണെന്നും തടവിൽ നിന്ന് രക്ഷിച്ചാൽ അക്കൗണ്ടിലുള്ള പണം നൽകാമെന്നും വയോധികൻ ഉറപ്പ് നൽകുന്നു. വീട്ടിൽ പണം ഒന്നും സൂക്ഷിച്ചിട്ടില്ല, ബാങ്കിലാണ് പണമെന്ന വയോധികന്റെ വാക്കുകൾക്ക് ആദ്യം ചെവി കൊടുക്കാതെ ഇരിക്കുന്ന ദയ പിന്നീട് അത് ബോധ്യപ്പെടുമ്പോൾ അയാളെ മോചിപ്പിക്കുന്നു. ഒരു ദിവസം ATM വഴി പിൻവലിക്കാവുന്ന പരമാവധി തുക 25,000 രൂപ വാങ്ങി മടങ്ങാനായിരുന്നു ദയയുടെ തീരുമാനം. എന്നാൽ ATM സ്ക്രീനിൽ തെളിയുന്ന വേലായുധ പിള്ളയുടെ ബാങ്ക് ബാലൻസ് തുകയായ 25 ലക്ഷത്തിൽ അയാളുടെ കണ്ണ് മഞ്ഞളിക്കുന്നു. പരമായി ആ പണം വയോധികനിൽ നിന്ന് തട്ടിയെടുക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന മറവി രോഗമുള്ള വേലായുധൻ ATM പിൻ നമ്പർ മറക്കുന്നതോടെ ദയയുടെ ദൗത്യം പ്രതിസന്ധിയിലാകുന്നു. സുഹൃത്തിന്റെ സഹായത്തോടെ അയാൾ പല പദ്ധതികളും തയ്യാറാക്കുന്നു. തമിഴ്നാട്ടിലെ നഗരങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെയും നടത്തുന്ന RX-100 ബൈക്ക് യാത്രയിലൂടെയാണ് സിനിമയുടെ ആദ്യ പകുതി പുരോഗമിക്കുന്നത്. പണം അപഹരിക്കലാണ് ലക്ഷ്യമെങ്കിലും അറിയാതെ വേലായുധ പിള്ളയോട് ഒരു ആത്മബന്ധം രൂപപ്പെടുന്നുണ്ട് ദയയുടെ മനസ്സിൽ. ആകാശത്ത് പറന്നു നടക്കുന്ന കൊക്കിനു ഭക്ഷണമാകുന്നത് ജലാശയങ്ങൾക്കിടയിൽ അധിവസിക്കുന്ന മത്സ്യങ്ങളാകുന്നത് പോലെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരും നമ്മളും തമ്മിൽ അദൃശ്യമായി എന്തോ ബന്ധം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ദയ. എന്താകും ദയയെയും വേലായുധയെയും ബന്ധിപ്പിക്കുന്ന ഘടകം? അതിനുള്ള ഉത്തരം തേടുകയാണ് രണ്ടാം പകുതി. ഹാസ്യവേഷങ്ങളിൽ നിന്ന് ഗൗരവമുള്ള സ്വഭാവ വേഷങ്ങളിലേക്ക് ചൂടുമാറ്റിയ വടിവേലുവിന്റെ മികവാർന്ന പ്രകടനം കൊണ്ടും ഫഹദ് ഫാസിലിന്റെ സ്വതസിദ്ധമായ അനായാസമായ വേഷപ്പകർച്ച കൊണ്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട് ആദ്യ പകുതി. തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലെ പ്രസാദിനെപ്പോലെ പ്രേക്ഷകർക്ക് സ്നേഹവും മാനസിക അടുപ്പവും തോന്നുന്ന എന്തോ ഒരു മാജിക് ദയയുടെ കഥാപാത്ര സൃഷ്ടിയിലും ഒളിഞ്ഞുകിടപ്പുണ്ട്. വടിവേലുവിന്റെ വേലായുധ പിള്ളയുടെ കഥാപാത്രത്തിലും ഫഹദിന്റെ ദയ എന്ന കഥാപാത്രത്തിലും തുടക്കം മുതൽ നിഗൂഢ നിറയ്ക്കാനും തിരക്കഥാകൃത്ത് വി. കൃഷ്ണമൂർത്തിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. മുങ്ങിമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പാമ്പിന്റെ വായിലേക്ക് പോകുന്ന ഒരു എലിയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. എലിയെ തേടി പാമ്പാണ് അലയുന്നത്. എന്നാൽ ഇവിടെ എലി തന്നെ പാമ്പിന്റെ വായിലേക്ക് വരുകയാണെന്ന വടിവേലുവിന്റെ ഇന്റർവെൽ പഞ്ച് സംഭാഷണത്തിനിടെ മാരീശൻ ട്രാക്ക് മാറ്റുന്നു. അതുവരെ പതിഞ്ഞ താളത്തിൽ ഒരു ഫീൽ ഗുഡ് ചിത്രമായി മുന്നോട്ടു പോയിരുന്ന ചിത്രം ഞൊടിയിടയിൽ സ്വഭാവം മാറ്റുന്നു. ഇരുവരും സഞ്ചരിക്കുന്ന വഴികളിൽ തുടർച്ചയായി കൊലപാതക പരമ്പരകൾ അരങ്ങേറുന്നു. ആരാകും കൊലപാതകത്തിന് പിന്നിൽ? എന്നായിരുന്നു അതിന് പിന്നിലെ ലക്ഷ്യം എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുന്നതോടെ രണ്ടാം പകുതി ഉദ്യോഗവും സംഘർഷഭരിതവുമാകുന്നു. കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പറഞ്ഞു പഴകിയ കഥയും സന്ദർഭങ്ങളും തന്നെ. ശിശുപീഡനങ്ങളും നീതി നിഷേധവും സ്വയം രക്ഷകനായി അവതരിക്കുന്ന നായകനുമെല്ലാമായി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വിളമ്പുക മാത്രമാണ് മാരീശനും ചെയ്യുന്നത്. ആദ്യ പകുതിയിൽ തുടങ്ങി ഇടവേള വരെ ഒളിപ്പിച്ച സസ്പെൻസിനൊത്ത് ഉയരാൻ രണ്ടാം പകുതി കഴിഞ്ഞില്ലെന്നെങ്കിലും ഭേദപ്പെട്ട ഒരു ത്രില്ലർ തന്നെയാണ് മാരീശൻ.
പാട്ടുകളിൽ തന്റെ പ്രതാപകാലത്തിന്റെ നിഴൽ പോലുമാകാൻ കഴിയുന്നില്ലെങ്കിലും പശ്ചാത്തല സംഗീതത്തിൽ യുവൻ ശങ്കർ രാജ കയ്യൊപ്പ് ചാർത്തുന്നുണ്ട്. കൊലപാതകി ആരായാലും അയാളുടെ കൊലപാതകങ്ങൾക്കു പിന്നിൽ നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാരണമുണ്ടാകുമോ എന്ന തേടുകയാണ് ക്ലൈമാക്സ്. വേലായുധ പിള്ള പറയാതെയോ പങ്കുവയ്ക്കാതെയോ അയാളുടെ മനസ്സിന്റെ ATM കാർഡിന്റെയും പാസ്വേഡ് ദയ കണ്ടെടുക്കുന്ന ഹൃദ്യമായ രംഗത്തോടെ മാരീശൻ തിരശീല താഴ്ത്തുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.